ശരീരത്തിൻ്റെ വളരെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് കൊളസ്ട്രോൾ കൂടിയേ തീരുമെന്ന് നമ്മൾ കണ്ടല്ലോ. ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പിൻ്റെ ഏറിയ പങ്കും നമ്മുടെ ശരീരത്തിലെ കരൾ തന്നെ അല്ലെങ്കിൽ ലിവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി ഉള്ള അളവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് കൊഴുപ്പെത്തുന്നുണ്ട്. പൊതുവെയുള്ളൊരു ധാരണ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിലൂടെ മാത്രം അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് എത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അധികമായി ശരീരത്തിലേക്ക് എത്തുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റ്സും തന്നെ സാധാരണ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് കൊഴുപ്പായിട്ടാണ്. ഇതുകൂടാതെ തന്നെ വിവിധ ഇനത്തിലുള്ള കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിപ്പോൾ ഫാറ്റി ആസിഡ്സ് ആയിട്ടും ഫോസ്ഫോലിപ്പിഡ്സ് ആയിട്ടും അതുപോലെ ലിപ്പോ പ്രോട്ടീൻസ് ആയും അതുപോലെ ട്രൈഗ്ലിസറൈഡായും അങ്ങനെ പലതരത്തിലുള്ളൊരു വിവിധ ഇനം കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാലും നമ്മൾ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ലിപ്പോ പ്രോട്ടീൻ എന്നാൽ എന്ത്. അതായത് നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ, അങ്ങനെ വിവിധ തരത്തിലുള്ള കൊളസ്ട്രോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിൽ കാണാറുണ്ട്. എന്താണ് ഈ ലിപ്പോ പ്രോട്ടീൻസ്? നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലൂടെയാണ് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തുന്നത് നമുക്കറിയാം. പക്ഷേ കൊളസ്ട്രോൾ ഒരിക്കലും രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു വസ്തുവല്ല. അപ്പോൾ ഈ കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ വഹിക്കാനായിട്ട് ചില പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ പ്ലസ് ഈ ലിപ്പിഡിൻ്റെ കണികകളെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ലിപ്പോ പ്രോട്ടീൻസ് എന്ന്